നമസ്കാരം, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം കുറെ മെസ്സേജസ് എനിക്ക് വരാറുള്ളത് എങ്ങനെ കുട്ടികളെ ക്ഷമയോടെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അതായത് ഞങ്ങൾക്ക് വേഗം ദേഷ്യം വരുന്നു, പഠിപ്പിച്ച് തുടങ്ങുമ്പോഴേക്ക് തന്നെ കുട്ടികളുമായി അടിപിടിയാവുന്നു, പ്രശ്നമാവുന്നു, അതുകൊണ്ട് അതിന്റെ ക്ഷമ കിട്ടുന്നില്ല. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ട കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് വരുന്ന മെസ്സേജസ്. ഓക്കെ, അപ്പൊ കാരണം ഞാൻ ഈ വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ ഞാനിങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുറെ മാറ്റം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി വരുന്നത്. കാരണം എനിക്കും എന്റെ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ വളരെ വേഗം ദേഷ്യം വരും. കാരണം എന്താ വെച്ചാൽ അതുവരെയുള്ള ബാക്കി എല്ലാ കുട്ടികളെയും പഠിപ്പിക്കും നമ്മൾ ക്ഷമയോടെ, പുഞ്ചിരിയോടെ. മറ്റു കുട്ടികളാണല്ലോ എന്നുള്ളത് എന്താ പറയുക, ഒരു ചിന്തയോടെ, അവരെ നമ്മൾ വഴക്ക് പറഞ്ഞവർക്ക് വല്ലാതെ ഫീൽ ചെയ്യല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെ ക്ഷമയോടെ ക്ലാസ് എടുക്കും. പക്ഷെ ഈ ക്ലാസ് എടുപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും. എനിക്കൊരു മോനാണുള്ളത്, 5th ഗ്രേഡാണ് അവൻ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് വേഗം ക്ഷമ പോകും. എന്നിലെ നാഗവല്ലി ഞാൻ അറിയാതെ പുറത്തേക്ക് വരും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ള കുട്ടികളൊക്കെ നമ്മൾ ക്ഷമ കാണിക്കും, നമ്മുടെ കുട്ടിയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ മാറുന്നു? കാരണം വേറൊന്നുമല്ല, അവർക്ക് നമ്മളോടുള്ള അധികാരം, അവകാശം പോലെ തന്നെ തിരിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടികളോടുള്ള അധികാരം, അവകാശം, സ്വാതന്ത്ര്യം, ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ക്ഷമയില്ലായ്മ. അപ്പൊ അവര് നമ്മൾ പറയുന്നത് പെട്ടെന്ന് അനുസരിക്കണം ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അപ്പൊ അവർക്കത് മനസ്സിലാവുന്നില്ല, അവർ ഇരുന്ന് തരുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. വേഗം ക്ഷമയില്ലാതെ അവരോട് ദേഷ്യപ്പെടും. അതോടെ പിന്നെ പഠിപ്പിന്റെ കാര്യം കട്ട്. അവരുടെ ദേഷ്യം വന്ന് വേറെ വഴിക്ക് പോകുന്നു, നമ്മൾ വേറെ വഴിക്ക് പോകുന്നു. മതിയാക്കി നിന്നെ പഠിപ്പിക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു സംഭാഷണം തന്നെ അവിടെ നിർത്തുന്നു. ഇതെല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, ഞാൻ ഉൾപ്പെടെ. പിന്നീട് ഞാനും ആലോചിച്ചു, മറ്റു കുട്ടികളൊക്കെ നല്ല ക്ഷമയോടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ എന്റെ കുട്ടിയോട് ഞാൻ കുറച്ച് ക്ഷമയോടെ പെരുമാറണല്ലോ. അതിന് ഞാൻ എന്തൊക്കെ ചെയ്യാം, എനിക്ക് എവിടെയൊക്കെയാണ് പ്രശ്നം പറ്റുന്നത്, അതൊക്കെ തിരിച്ചറിഞ്ഞ് ഞാൻ കുറെ മാറ്റങ്ങൾ വരുത്തി. അപ്പൊ ഇപ്പോഴും ഞാൻ വലിയ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ദേഷ്യം വരാണ്. നമ്മുടെ മൂഡ് സ്വിങ്സ്, ലേഡീസിന്റെ പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ വരുത്തിയ മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ടാണ് പറഞ്ഞു പോകുന്നത്, കാരണം ആ ഒരു ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഇതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരാഴ്ചത്തെ ടൈം ടേബിൾ. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് നമ്മൾ പഠിക്കുന്നേ ഇല്ല. ഓക്കെ, ബാക്കി എല്ലാ ദിവസവും ഒരു 1 അവർ, അധികമൊന്നും ഞാൻ പറയുന്നില്ല, 1 അവർ കൃത്യമായി ചിട്ടയോടെ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാക്കി വെക്കുക. അതേ ടൈം ടേബിളിൽ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കതിന് ഞാൻ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ടൈം ടേബിൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഹെൽപ്പോടെ വേണം പ്രിപ്പയർ ചെയ്യാൻ. നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പൊ മൺഡേ ഏതാണ് മോന് പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്ട്. ഓക്കെ, ഒരു 3ഓ 2ഓ സബ്ജക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഈ 1 മണിക്കൂറിനുള്ളിൽ പഠിക്കുന്നത് പോലെ. അതുപോലെ ഓരോ ദിവസം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞ് കൃത്യമായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ അവർക്ക് കളിക്കാനുള്ള സമയം, അവരെ ഇനി പുറത്തുപോയി കളിക്കുന്ന കുട്ടികളാണ് അങ്ങനെ, ഇനി എല്ലാ കമ്പ്യൂട്ടർ ഗെയിമോ വല്ലതും കളിക്കുന്നതാണെങ്കിൽ മാക്സിമം 1 മണിക്കൂർ അതിനു വേണ്ടി കൊടുക്കുക. പിന്നെ എന്താ പറയാ, അവർക്കായിട്ട് വായിക്കാനോ മറ്റു പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നതല്ലാതെ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമോ വേറെ എന്തെങ്കിലും ശീലമോ അതിനൊക്കെയായിട്ട് മാറ്റി വേറെ സമയം. ഇങ്ങനെ കൃത്യമായി അവരുടെ ഹെൽപ്പോടുകൂടി നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പം അവരോട് നമ്മളത് പ്രോമിസ് ചെയ്ത് വാങ്ങിക്കുകയാണ്. ഇത് നമ്മൾ ഇനി മുതൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്. ഇതൊരിക്കലും നമ്മൾ നിർത്തില്ല. അമ്മയാണെങ്കിലും ഇത് പാലിക്കും, മോനാണെങ്കിലും പാലിക്കും, മോളോ ആരാണെങ്കിലും ഈ ടൈം ടേബിൾ നമ്മൾ ഇനി മുതൽ കൃത്യമായി പാലിക്കാൻ പോവുകയാണ്. ഈ പ്രോമിസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. കാരണം ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അധികം അമ്മമാരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഞാനും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം, നമ്മൾ പഠിപ്പിക്കുമ്പോൾ പൂർണ്ണമായി അവരിലേക്ക് തന്നെ ശ്രദ്ധിച്ച് പഠിപ്പിക്കില്ല. അതിപ്പോൾ അവരൊരു പ്രോബ്ലം ചെയ്യാണല്ലോ, ആ സമയത്ത് നമുക്ക് ഫോൺ നോക്കാം, ഈ ചിന്ത പാടില്ല. ഈ ഫോണും കാര്യങ്ങളും നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടോ ഇനി എന്ത് തന്നെയാണെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് വേണം അവരുടെ കൂടെ ഇരിക്കാൻ. ആത്മാർത്ഥമായിട്ട് 1 മണിക്കൂർ മതി. ഓക്കെ, ആ 1 മണിക്കൂർ ഇപ്പം എന്താ പറയുക, എന്റെ മോനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലെ ഫസ്റ്റ് ഒന്നുമല്ല പറഞ്ഞു, ഓരോ കുട്ടികൾക്കും ഓരോ ബുദ്ധിയുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് അവരെ പഠിപ്പിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു സ്ട്രെസ്, പഠിപ്പിക്കുക എന്നുള്ളൊരു സ്ട്രെസ് നമുക്ക് കുറച്ച് കിട്ടാൻ ഈ ഒരു ടൈം ടേബിൾ കൊണ്ട് വളരെ ഉപകാരപ്പെടും. നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവാം. നമുക്കൊരു ചിട്ടയുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ഇപ്പൊ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നു, ആ ദിവസം പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല, ഓക്കെ. പക്ഷെ പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും എന്താ പറയാ, 2 ദിവസം കണ്ടിന്യൂസ് ആയി ഈ ടൈം ടേബിൾ തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ ചിലപ്പോൾ അവർ പറയും, ഇന്ന് എനിക്ക് പഠിക്കണ്ട, ഈ ഒരു സബ്ജക്റ്റ് എന്ന് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു 1 അവർ എനിക്ക് പഠിക്കുന്നില്ല. അപ്പൊ നമ്മളില്ല പഠിച്ചേ പറ്റുന്നത് നിർബന്ധിച്ചിരുത്തോ ഒന്നും വേണ്ട. അപ്പൊ ഓക്കെ മോനെ, പഠിക്കുന്നില്ല, പഠിക്കണ്ട, ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് തന്ന 1 അവർ ഞാനും കട്ട് ചെയ്യാം, പഠിക്കുന്ന ടൈമും കട്ട് ചെയ്യാം,
പ്ലേ ചെയ്യുന്നത്, അതായത് ഗെയിം കളിക്കാൻ എന്തിനാണ് നിങ്ങൾ കൊടുത്ത് ആ ഒരു ടൈം കട്ട് ചെയ്യാൻ വളരെ എന്താ പറയാ സിമ്പിളായിട്ട്, പ്രശ്നമൊന്നും സൃഷ്ടിക്കാതെ നാഗവല്യം നടക്കാതെ സിമ്പിളായിട്ട് പറയും. മോനെ ഇത് വേണം, മോനെ തീരുമാനിക്കാം. നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ തനിയെ വന്നിട്ട് ഒരു അമ്മ നമുക്കൊന്ന് പഠിച്ചാലോ, കാരണം എന്താ വെച്ചാൽ മറ്റേ 1 അവർ മിസ്സാവേ. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അവരുടെ പ്ലേ ടൈം മിസ്സാവുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവർ വന്ന് പഠിക്കും. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയും, ഈ 1 അവർ എന്നൊക്കെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്താലും ഒരിക്കലും 1 അവർ എന്ന് കുത്തിയിരുന്ന് പഠിപ്പിക്കേണ്ട. ഓക്കെ, എന്താ വെച്ചാൽ നമ്മളൊരു 20 മിനിറ്റ്സ് പഠിപ്പിക്കാം, പിന്നെ അവരുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കുക, ഒരു ചെറിയ ബ്രേക്ക്, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക, വീണ്ടും അടുത്ത, അങ്ങനെ 3 സബ്ജക്ട് 20 ആയിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് 3 സബ്ജക്ട്, ഞാൻ 3 സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്ന ഒരു ദിവസം, 20 ആയിട്ട് കുറച്ച് കുറച്ചായിട്ടേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പും വരും, അവർക്ക് ആ ഒരു ബോറടിക്കില്ല, ഒരേ സബ്ജക്ട് പഠിക്കുന്നുള്ള ഒരു ബോറടി ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോ പറയുന്നത് പ്രത്യേക ആളേക്ക് ഇത് ഇങ്ങനെ ചെയ്ത ഉടനെ അടുത്ത ക്ലാസ്സിൽ അവൻ ഫസ്റ്റ് വാങ്ങും അല്ലെങ്കിൽ ക്ലാസ് ടോപ്പർ ആവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പഠിപ്പിനോടുള്ള ഒരു വെറുപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും, നമ്മുടെ സ്ട്രെസ് നല്ലോണം കുറഞ്ഞു കിട്ടും. ഇതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഏത് കാര്യത്തിലും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന സമയം ഇതെന്റെ പഠിക്കാനുള്ള സമയമാണ്. ഞാൻ എന്റെ ലൈഫിൽ തന്നെ കണ്ട മാറ്റമാണ്. ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു ഈ സമയത്ത് പഠിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയതിനു ശേഷം ആൾക്കറിയാം ഈ ഒരു ടൈം ടേബിൾ ഈ സമയത്ത് ചെയ്യാനുള്ളതാണ്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്രയും സ്ട്രെസ് കുറഞ്ഞു കിട്ടിയില്ലേ. അപ്പൊ അങ്ങനെ ഒരു ടൈം ടേബിൾ തീർച്ചയായും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികളെ പഠിക്കുന്നതിന് മുമ്പ് അവരുടെ ഹെൽപ്പോട് കൂടെ തന്നെ അങ്ങനെ ഒരു ടൈം ടേബിൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈം ടേബിളിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇതിപ്പോ ഞാൻ മുൻകൂടി പ്രിപ്പയർ ചെയ്തതാണ്. ഇപ്പോൾ 20 വെച്ചിട്ടാണ്, മിനിറ്റ്സ് വെച്ചിട്ടാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു സമയം എന്തായാലും ഇരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ മൂടുള്ളപ്പോഴൊക്കെ പഠിക്കാം. ഇതിപ്പോൾ ഈ ടൈം ടേബിൾ എഴുതിയത് കൊണ്ട് ഇത് ഈ 1 മണിക്കൂർ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ 1 മണിക്കൂർ എന്തായാലും പഠിച്ചിരിക്കണം. ബാക്കി അന്നത്തെ ദിവസം പഠിച്ചേ ഇല്ലെങ്കിൽ പോലും ഇത് കൃത്യമായി പാലിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടിപ്പ്, ഫുഡ് കഴിക്കുമ്പോൾ കഴിയുന്നതും TV അല്ലെങ്കിൽ മൊബൈൽ ഒന്നും കാണാൻ സമ്മതിക്കാതിരിക്കും. ഇപ്പൊ നമ്മൾ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഉള്ള ശീലമാണ് ഫുഡ് കഴിക്കുമ്പോൾ TV വയ്ക്കാന്നുള്ളത്. എന്റെ വീട്ടിൽ പ്രത്യേകിച്ച് എന്റെ ഭർത്താവായിരുന്നു തുടക്കം ഇട്ടാണ്. അപ്പോൾ പുള്ളിക്കാരന് TV ഇല്ലാതെ ഫുഡ് കഴിക്കില്ല എന്നുള്ള ശീലമായിരുന്നു. അപ്പൊ അത് പുതുക്കെ ഞങ്ങളിലേക്ക് പോകുന്നത് അതൊരു സ്ഥിരം പരിപാടിയായി. ഫുഡ് കഴിക്കുമ്പോൾ അത് കാണുന്നത് സ്ഥിരം പരിപാടി. പക്ഷെ പിന്നെ എനിക്ക് തോന്നി, കാരണം നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിലൊന്നും നമ്മൾ മൈൻഡ്ഫുൾ ആവുന്നില്ല. അപ്പൊ അത് നമ്മൾ കഴിക്കുന്നതല്ലാതെ അതിലൊന്നും ഒരു ആരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് വരുന്നില്ല, ചുമ്മാ ഇത് കണ്ടുകൊണ്ട് കഴിച്ചിട്ടങ്ങ് പോവാണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു നിയമം ഉണ്ടാക്കി, മോർണിംഗും ലഞ്ച് ടൈമിലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ TV കാണില്ല. നൈറ്റ് വേണമെങ്കിൽ വെച്ചാൽ നമ്മൾ എല്ലാത്തിനും പിടിവാശി പിടിച്ച് പെട്ടെന്ന് കുട്ടികളുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്ത ശീലമാണ്. അപ്പൊ അതിലൊരു കൺട്രോൾ വരുത്തുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ മോർണിംഗും ലഞ്ച് ടൈമും ഒക്കെ ഫുഡ് കഴിക്കും, നമ്മൾ TV കാണില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ കാര്യം നോക്കാറില്ല, ഞാനും മുന്നേ കാര്യം പ്രത്യേകം പറയുന്നത്, അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർ ഇത്രയും വലുതായല്ലോ. അപ്പൊ ഞാൻ കുട്ടികളുടെ കാര്യം പറയുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കഴിക്കില്ല, കഴിക്കുമ്പോൾ കാണില്ല. രാത്രി സമയം അവൻ ഞാൻ സമ്മതിക്കാറുണ്ട് കാണാൻ. അപ്പൊ ആ ഒരു ചിട്ടി ഇപ്പൊ കൃത്യമായി നടന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ നടപ്പിൽ വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷെ ഒരു 1 വീക്ക് ഞാൻ അത് ഒരു എന്താ പറയാ ഒരു മാറ്റം ഇല്ലാതെ കണ്ടിന്യൂ ചെയ്തപ്പോൾ പിന്നെ ആള് വാശി പിടിക്കാതെ തന്നെ നിർത്തി. അതൊക്കെ എന്തായാലും വെക്കാം, അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം തരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊടുത്തില്ല, അത് ഞാനായിട്ട് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. അപ്പൊ അത് കുടിക്കില്ല എന്നായതോടെ ആ ഒരു വാശി ഷാഡി ഇതൊക്കെ കുറഞ്ഞു വന്നു. അപ്പൊ ഇപ്പൊ ആള് ഓക്കെയാണ്. ആ ഒരു ടൈം ആകുമ്പോൾ വല്ല ബുക്കും വായിക്കോ, അങ്ങനെ ചിലപ്പോൾ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കും കഴിക്കുക. പക്ഷെ എന്നാലും സ്ഥല പുസ്തകമല്ലേ വായിക്കുന്നത്, കുഴപ്പമില്ലാന്നിരിക്കും. TVയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ശീലം നന്നായിട്ട് മതി. ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമായിരുന്നത്. കാരണം ആ ടൈമിലൊക്കെ എന്റെ ആ ടൈമിൽ ഇപ്പോഴും ആള് നല്ല മെലിഞ്ഞിട്ടായതുകൊണ്ട് നമ്മൾക്ക് ഇനിയും ഫുഡ് വയറ്റിൽ എത്തട്ടെ എന്ന് വിചാരിച്ച് TV ഉണ്ടെങ്കിൽ വെച്ചിട്ട് അത്രയും കഴിക്കല്ലോ. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഫുഡ് എത്ര കഴിക്കുന്നില്ല, അതൊക്കെ ജനറ്റിക്കലായിട്ടാണ് തടിയും മെലിയുന്നതും ഒക്കെ, മെലിയുന്നതും ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ശീലം കൊണ്ടൊന്നും പ്രത്യേകിച്ച് കുട്ടി തടിക്കോ TV കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ട് തടിക്കോ ഒന്നും ഇല്ലെന്ന് മനസ്സിലായതോടെ ഈ പരിപാടി ഞാനങ്ങ് മാറ്റി. അപ്പൊ അതും ഇപ്പൊ കൃത്യമായി നടക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഞാൻ പറഞ്ഞു, കഴിയുന്നത് ഫുഡ് കൊടുക്കുമ്പോൾ TV വെക്കാതിരിക്കുക, പകരം നമുക്ക് എന്തെങ്കിലും സ്കൂളിലെ കാര്യങ്ങളോ ഒക്കെ സംസാരിച്ചുകൊണ്ട് നമ്മൾ ടോപ്പിക്കൊക്കെ ചോദിച്ചാൽ അവർ പെട്ടെന്ന് പറയുന്നെന്ന് വിചാരിക്കരുത് കേട്ടോ. ബോറടിക്കുന്ന പോലെ അവർ പറയാം, അതല്ല അത്രയേ ഉള്ളൂ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അശിഷം ഇത്രയ്ക്കും പറയുള്ളൂ. പക്ഷെ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരോ ടോപ്പിക് ഇട്ട് കൊടുത്തിട്ട് അവരുടെ അടുക്ക് നമ്മൾ കിട്ടാനായിട്ടാണ് തോന്നാത്ത വിധത്തിൽ കുറച്ച് അമ്മമാരല്ലെങ്കിൽ ഒരുപാട് കളത്തറൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് എന്താ പറയാ ആ ഒരു കുട്ടികളുമായിട്ടുള്ള ഒരു അടുപ്പം നമുക്ക് കുറച്ചുകൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് പറഞ്ഞുതരാം, ജേർണലിംഗ്. അത് നമ്മളെ വലിയ ആൾക്കാരും ചെറിയ കുട്ടികളൊക്കെ പരിശീലിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയും.
കാരണം നന്ദിയുള്ളവരായിരിക്കുക. അതിന്റെ ഒരു നമുക്ക് ദൈവത്തോടുള്ള നന്ദി, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയോടുള്ള നന്ദി എപ്പോഴും എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, എല്ലാം നമുക്ക് കിട്ടേണ്ടതാണ്, അത് അവകാശമാണ് എന്നുള്ളൊരു ചിന്തയാണ്. അവർക്ക് ചുറ്റും നടക്കുന്ന ഇതൊന്നും ഇല്ലാത്ത, ഈ ഒരു സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കാനോ നമ്മളത് സംസാരിക്കുമ്പോൾ ബോറടിയായി തോന്നുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്കത് കേൾക്കാനുള്ള ക്ഷമയില്ല. ഓക്കെ, അവർക്കില്ല ഇല്ല, പക്ഷെ നമുക്കുണ്ടല്ലോ, അത് മതിയല്ലോ, അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് അതൊരു താങ്ക്സ് പറഞ്ഞ് എപ്പോഴും എഴുതിപ്പിക്കുന്നത്, ഒരു ജേർണലിങ് ചെയ്യിപ്പിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മുതൽ, ഇപ്പൊ 2024 എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്ക് ഒരു വർഷം കഴിഞ്ഞ് 1 മാസം കൂടിയായി. അപ്പോൾ ഓഗസ്റ്റിലാണ് ഞാൻ എന്റെ മോനെ കൊണ്ട് എഴുതിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യമൊക്കെ വളരെ മടിയായിരുന്നു, എന്തിനാ ഈ ഡയറി എഴുതുന്നത്, ഞാൻ എഴുതാറുണ്ട്. അപ്പൊ അത് ഞാൻ എഴുതി തുടങ്ങിയത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൃത്യസമയത്ത് അവന്റെ മുമ്പിൽ തന്നെ പോയിരുന്നു എഴുതാൻ തുടങ്ങി. അപ്പൊ അമ്മ എന്തിനാ എഴുതുന്നതെന്നൊക്കെ നോക്കിയിരുന്നു ചിന്തിക്കും, എന്തിനാ ഇത് എഴുതുന്നത്, ബോറല്ലേ, അങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ പറയും, ഇതേ കൊണ്ട് എനിക്ക് ഒരുപാട് ലക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ഓരോരിക്കലും നന്ദി പറയുമ്പോൾ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവരെ എന്താ പറയുക, ഈ കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ കയ്യിലെടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് പറയും, നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പറയുന്ന ക്ഷമ അവർക്ക് ഉണ്ടാകും, അതൊന്നും കേൾക്കുന്ന ക്ഷമയില്ല. അതിന് ഞാൻ പറയുന്നത്, ഇപ്പൊ അതിനിഷ്ടമുള്ള ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിമിൽ അവർക്ക് ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലക്ക് അനുസരിച്ചിട്ടാണ് ഓരോ പോയിന്റ് നേടുന്നത്. അപ്പം അങ്ങനെ ഞാൻ നന്ദി പറയുന്നതുകൊണ്ട് എനിക്ക് എന്റെ ലൈഫിൽ ലക്ക് വരും. ഇപ്പൊ നീ നന്ദി പറയാണ്, അല്ലെങ്കിൽ നീ എപ്പോഴും ദൈവത്തെ ആലോചിച്ച് എല്ലാത്തിനും ഒരു നന്ദി പറയുന്നതാണെങ്കിൽ നിനക്ക് ഇതുപോലെ നീ കളിക്കുന്ന ഗെയിമിലാണെങ്കിലും നിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെയിമിലാണെങ്കിലും ഒക്കെ നിനക്ക് വിചാരിക്കാതെ ലക്ക് വരും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ ആൾക്കിപ്പോ ഭയങ്കര വിശ്വാസമാണ്. എഴുതി കഴിഞ്ഞ് എന്താ പറയുക, പുള്ളിയുടെ ദേഷ്യം മാറും, ലക്ക് വരും, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞില്ല, ഇപ്പൊ ഒരു പ്രീ ടീൻ ഏജ് ആണ് അവനൊക്കെ. അപ്പൊ എങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. കാരണം ഞാൻ പഠിപ്പിച്ചതൊക്കെ വലിയ കുട്ടിയാണ്, ഞാൻ കോളേജ് ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ കുട്ടിത്തത്തിന്റെ സമയത്ത് എന്തൊക്കെ ചെയ്യണം, പ്രീ ടീന്റെ സമയത്ത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് പിടിയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ കുറെ പാരന്റിങ് വീഡിയോസ് കാണാൻ തുടങ്ങിയത്. കാരണം അമ്മമാരെന്ന നിലയിൽ, അമ്മമാരിൽ അച്ഛന്മാരും വേണം കേട്ടോ, പക്ഷെ അമ്മമാരെന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പാരന്റിങ് വീഡിയോസിനെ പറ്റി അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും എത്ര വയസ്സായാലും നമ്മൾ നേടേണ്ട കാര്യമാണ്. അത് ഓരോരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറി നമുക്ക് ഏത് മേഖലയിലാണോ അറിവ് നേടേണ്ടത് അതിനനുസരിച്ച് അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും അറിവ് നേടുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ തിരിച്ചറിയുന്നത്. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. നമ്മൾ ഈ ചുമ്മാ റീൽസും കണ്ട് സമയം കളയുന്നതിന് പകരം പാരന്റിങ് വീഡിയോസ് ഒരുപാട് കാണും. ഇപ്പൊ പ്രീ ടീനേജ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ടൈമിൽ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കൊരുപാട് അറിവുണ്ട്, അതിന് കിട്ടും. നമ്മളൊക്കെയുള്ള സമയത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ അച്ഛനമ്മമാർ പറയുന്നതിൽ അപ്പുറം ഇല്ല. എനിക്കൊക്കെ സ്ട്രിക്ട് പാരന്റിങ് തന്നെയായിരുന്നു. അതിലപ്പോൾ തിരിച്ചൊരു വാക്കുപോലും ഞങ്ങളൊന്നും പറയാറില്ല അച്ഛനോടോ അമ്മയോടോ ഒന്നും. അതുപോലും ബഹുമാനം ഇല്ലായ്മയാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ലോണം തിരിച്ചു പറയും. അത് നമ്മൾ കേൾക്കുമ്പോൾ തിരിച്ചവരെ ഒരു വടി എടുത്തിപ്പോ എന്നോട് അങ്ങനെ പറഞ്ഞതിനിപ്പോ തല്ലി ശരിയാക്കുന്നു എന്ന് പറഞ്ഞത് കാര്യമില്ല. അവര് വല്ലാതെ റിയാക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന്റെ ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ പഠിക്കണം, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് പാരന്റിങ് വീഡിയോസ് കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളാവും. എന്നാലും പക്ഷെ ഒരുപാട് മാറ്റം ഉണ്ടാവും കേട്ടോ. നമുക്ക് അറിവ് നേടുന്നതനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ ഞാനതാക്കുന്ന ജേർണലിങ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ എഴുതുന്ന ജേർണലിങ് ഡയറിയാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, അഫർമേഷൻസും എഴുതാണ്ട്. ഈ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രസന്റ് ടെൻസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ എഴുതി തുടങ്ങിയ ഡയറിയാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇതെന്റെ മോന്റെതാണ്. അവനിപ്പോഴും എഴുതാറുണ്ട്. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഓർമ്മിപ്പിക്കാതെ തന്നെ കൃത്യമായി രാത്രി സമയത്ത് എഴുതും. ചില സമയത്ത് വിട്ടുപോയാൽ ഞാൻ ഓർമ്മിച്ച് ഓടിച്ചെന്നൊരു മടിയില്ലാതെ എഴുതും. ആദ്യമൊക്കെ ഭയങ്കര മടിയാണ്. ഇത് എഴുതിയിട്ട് എന്താ കാര്യം, ആര് പറഞ്ഞു, ഞാനിപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, എനിക്ക് ലക്കൊന്നും കിട്ടുന്നില്ലല്ലോ, എന്റെ ഗെയിമിൽ ഞാൻ ഫെയിൽ ആവുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നാൽ ഇത് എഴുതുമ്പോൾ ആൾക്ക് എന്തൊരു വിശ്വാസമാണ്. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്കൂളിൽ പോയി വല്ല കളത്തരമൊക്കെ കാണിക്കുന്നുണ്ട്, പിള്ളേരായിട്ട് തല്ലുകൂടുന്നുണ്ടെങ്കിലൊക്കെ ഒരു ഏഞ്ചലിനെ ഞാൻ വിട്ടിട്ടുണ്ട്. ആള് വന്നിട്ട് എന്റെ അടുത്ത് എപ്പോഴും പറയും. പിന്നെ നമ്മളിതൊക്കെ ഊഹിച്ചിട്ട് പറയല്ലോ, സ്കൂളിൽ വല്ല തല്ലുകൂടിയോ നടന്നിട്ടുണ്ട്, നമുക്ക് ഊഹിക്കാലോ ഇവരുടെ സംസാരത്തിന്. ഞാൻ ചുമ്മാ ചോദിക്കാം, ആ ഏഞ്ചല് പറഞ്ഞല്ലോ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. സത്യമാണ്. അപ്പൊ അയാൾ ചെയ്യാം, ചിലപ്പോൾ ഈ പറഞ്ഞ നിഷ്കളങ്കമായ സമയമായതുകൊണ്ട് ആയിരിക്കാം കേട്ടോ. ഇനി വലുതായി കഴിഞ്ഞതൊന്നും നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അമ്മ ഇങ്ങനെ അറിഞ്ഞ ഏഞ്ചലോ എന്ന് പറഞ്ഞതാണോ ഞാൻ ആ കുട്ടിയായിട്ട് അടികൂടിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും നമ്മുടെ അടുത്ത്. അത് നിഷ്കളങ്കതയൊക്കെ നമുക്ക് മുതലെടുക്കാം ഈ രീതിയിൽ. അപ്പം എന്താ പറയുക, ഈ ജേർണലിംഗ് വളരെ ഒരു നല്ല കാര്യമാണ്, നല്ല ശീലമാണ്. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. കൂടാതെ നമ്മൾ സ്ട്രോങ് ആണ്, കോൺഫിഡന്റ് ആണ് എന്നൊക്കെ ഓരോ തവണ എഴുതുമ്പോൾ അറിയാതെ അവരുടെ ഉപബോധം മനസ്സിലത് കാര്യപ്പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും ഞാൻ പറയുന്ന എല്ലാ കുട്ടികളും ഒരുപോലെയല്ല.
പക്ഷെ എത്രത്തോളം നമ്മൾ അമ്മമാർക്ക് ക്ഷമയുണ്ടോ അത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ എന്തായാലും സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ കാര്യം പറഞ്ഞു. ഇനി നാലാമത്തതിലേക്ക് പോകാം. നാലാമത്തെന്ന് പറഞ്ഞാൽ ഈ ഡീപ് ബ്രീത്തിങ്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കാം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അധികം കുട്ടികളും കാണുന്നില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ഡീപ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. നമ്മളും ചെയ്യാം. നമുക്ക് ഈ ദേഷ്യം വരുമെന്ന് കാണുമ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് തോന്നി ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് അതിനകത്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ആ മാറ്റം ഞാൻ പറയുന്നത്. മാക്സിമം നമ്മൾ ബ്രെത്ത് എടുത്ത് ബോക്സ് ബ്രീത്തിങ് എന്നൊക്കെ പറയും. ഒരു എന്താ പറയുക 7 സെക്കൻഡ്സ് ഉള്ളിൽ, 7 സെക്കൻഡ്സ് അപ്പോൾ ഒരു 4 സെക്കൻഡ്സ് ഉള്ളിലേക്ക് ശ്വാസം നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു, ഒരു 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, പിന്നെ ഒരു 7 സെക്കൻഡ്സോളം എടുത്ത് നമ്മൾ എക്സ്ഹേൽ ചെയ്യുന്നു. അടുത്ത സ്റ്റാർട്ടിങ് ഇതേപോലെ ഒരു ബോക്സ് പോലെ ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇത് നമ്മളെ പോലെ അറിയാം. നമ്മൾ ഭയങ്കര മൈൻഡ്ഫുൾ ആയിരിക്കാനും പിന്നെ ഭയങ്കര എന്താ പറയുക ഒരു റിലീഫായിട്ട് നമ്മുടെ ബോഡിക്ക് തോന്നാനും ഇത് വലിയൊരു കാരണമാണ് ഡീപ് ബ്രീത്തിങ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, പലപ്പോഴും നമ്മൾ ഫുള്ളായിട്ട് ബ്രീത്തിങ് ഒന്നും ചെയ്യില്ല. ഒരു കുഞ്ഞു ബ്രീത്ത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ ശ്വസിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സമയമില്ല. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, അല്ലെ? അപ്പൊ അതിനൊന്നും സമയമില്ല. ഒന്ന് ശ്വസിക്കുന്നു, ആര് ശ്വസിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ശ്വാസവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഓരോ തവണയും മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ശ്വസിക്കുന്നത്, ബ്രീത്തിങ് എന്നുള്ളത്, ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ലൈഫ്, അല്ലേ? അതാണ് ജീവൻ. അത് നിന്നാൽ തീർന്നു. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. അത് കുട്ടികളെയും പഠിപ്പിക്കാൻ തീർച്ചയായും ശ്രമിക്കുക. അപ്പൊ ഞാനൊക്കെ എന്റെ മകൾക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഡീപ് ബ്രീത്ത് ചെയ്യുന്നു പറയാറുണ്ട്. അപ്പൊ ആദ്യമൊന്നും പറ്റുന്നില്ല, പക്ഷെ ഇപ്പം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മാറ്റം വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിയാക്ട് ചെയ്യുന്നത് നമ്മളെ സ്വഭാവം, നമ്മുടെ അമ്മമാരുടെ സ്വഭാവം, ഇവരുടെ ഈ തല്ലുകൊള്ളിത്തരൊക്കെ കാണുമ്പോഴും നമ്മൾ ആ റിയാക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ശക്തി കുറഞ്ഞു കിട്ടും. അപ്പൊ തന്നെ ആ പ്രശ്നമാവുന്നെന്ന് കാണുമ്പോഴേ ഞാൻ ഡീപ് ബ്രീത്ത് എടുക്കാൻ തുടങ്ങി. ഒരു 3-4 വർഷം ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അവരോട് പെരുമാറുന്നത് കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളും നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളമ്മമാർ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ സൈഡിൽ നിന്ന് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും മാറ്റങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാവും. പിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച ലാസ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്. മോർണിംഗ് 1 അവറും നൈറ്റ് 1 അവറും പ്രഷ്യസ് അവേഴ്സ് ആയിട്ട് പാരന്റ്സ്, അത് പ്രത്യേകിച്ച് അമ്മമാര് കൺസിഡർ ചെയ്യുക. കുറെ പേര് ഹൗസ് വൈഫ്സ് ആയിരിക്കും, കുറെ പേര് വർക്കിംഗ് വിമൻ ആയിരിക്കും, എല്ലാം ആയിരിക്കുന്ന അമ്മമാരുണ്ടാവുമല്ലോ. അപ്പോൾ രാവിലത്തെ 1 അവർ തീർച്ചയായും നിങ്ങൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ടൈം ടേബിൾ പോലെ തന്നെ 20-20-20 റൂള് പാലിച്ചിട്ട് ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് മെഡിറ്റേഷൻ, പിന്നെ ഒരു 20 മിനിറ്റ്സ് എക്സസൈസ്, 20 or 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള സമയം ജേർണലിംഗ്, റീഡിങ്, അതിനോട് ഒരു 2 പേജെങ്കിലും വായിച്ചാൽ മതി ഒരു ദിവസം മോർണിംഗ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം പേജ് ഒരു കൊല്ലാകുമ്പോഴത്തേക്ക് വായിച്ച് കഴിയുന്നുള്ളതെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പിന്നെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. അറ്റോമിക് ഹാബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ജെയിംസ് ക്ലിയറിന്റെ പുസ്തകം, ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡേ മാറ്റുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അപ്പൊ കഴിയുന്നതും ഈ റീൽസ് കണ്ടും കാര്യങ്ങൾ കണ്ടും സമയം കളയാതെ വിലപ്പെട്ട സമയം നമുക്ക് എന്തൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ആലോചിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ കൂടുതലും പഠിക്കുന്നത്. ഓക്കെ, എന്നാലും ഞാൻ പറയുന്നു, എല്ലാ കുട്ടികൾക്കും ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കും നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ അവരുടെ ലൈഫിൽ എന്താവണം, എങ്ങനെയാണെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നല്ല നല്ല ശീലങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം. കൊച്ചുകുട്ടികളാണ്, എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വാശി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതി നമ്മുടെ പണ്ടത്തെ ജനറേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, മാറ്റണം. നമ്മുടെ രീതികൾ ശരിക്കും കൺട്രോൾ ചെയ്ത് നമ്മുടെ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല തലമുറനെ തന്നെ സൃഷ്ടിക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സ്റ്റുഡൻസിനോടായാലെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. കഴിയുന്നതും അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം, ഈ കാര്യങ്ങളൊക്കെ ഉയർത്താൻ നല്ല നല്ല പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കുക, നല്ല കാര്യങ്ങൾ കാണുക, നല്ലോണം ശ്വസിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, എല്ലാത്തിനും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഒരുവിധം എന്റെ ലൈഫിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ വിശ്വസിക്കുന്നു. പിന്നെ എപ്പോഴും കുറച്ച് എന്താ പറയാ, എല്ലാത്തിലും ഒരു ഹ്യൂമർ സെൻസ് എപ്പോഴും ഉണ്ടായിരിക്കുക. അതും നമ്മുടെ ലൈഫ് കുറച്ച് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് വിശ്വസിക്കും. പിന്നെ എപ്പോഴും നല്ലത് മാത്രം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നു കൂടെ വിശ്വസിക്കുക. അതിനനുസരിച്ച് യൂണിവേഴ്സ് നമുക്ക് നല്ലത് മാത്രം തരുന്നു ഉറപ്പിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.